ഇപ്പോഴത്തെ ഉപതിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ചേലക്കരയിലും വയനാട് ലോക്സഭയിലും ഇപ്പോൾ പാലക്കാട്ടും 20-ാം തീയതി. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ അടിവരയിടുക PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ, ബിസിനസ്സുകാരൻ കൂടിയായ രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ വനവാസമായിരിക്കും, അല്ലെങ്കിൽ വാട്ടർലൂ ആയിരിക്കും. വാട്ടർലൂ എന്ന് ചരിത്രപ്രസിദ്ധമായ ആ പ്രയോഗം ഫ്രഞ്ച് ചക്രവർത്തി മുടിചൂടാമനായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ രാഷ്ട്രീയ അധികാര ജീവിതം അവസാനിച്ച് സഖ്യകക്ഷികളാൽ, ബ്രിട്ടൻ UK നേതൃത്വം നൽകിയ സഖ്യകക്ഷികളാൽ പരാജിതനായി, വാട്ടർലൂ എന്ന യുദ്ധഭൂമിയിൽ പരാജിതനായിട്ട് വളരെ ദൂരെയുള്ള സെന്റ് ഹെലാന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട് മരണം വരെ അവിടെ ഏകാന്ത തടവ് അനുഭവിക്കേണ്ടി വന്ന ആ ചരിത്രമാണ് വാട്ടർലൂ യുദ്ധ ചരിത്രം, നെപ്പോളിയൻ്റെ അന്ത്യം എന്ന് പറയുന്നത്. അതേപോലെ ഈ ഉപതെരഞ്ഞെടുപ്പ് PV അൻവറിൻ്റെയും അദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ അന്ത്യം, അല്ലെ വനവാസ പ്രക്രിയയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. LDF വിട്ടു പോന്നപ്പോൾ, ഇടതുപക്ഷ സഹയാത്രിക പദവി ഉപേക്ഷിച്ച് പോന്നപ്പോൾ ഈ PV അൻവറിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇവിടെ കുറേ മാധ്യമങ്ങൾ, മാപ്രകൾ, മുഖ്യധാര ചാനലുകൾ, പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവരൊക്കെ പതുക്കെ പിൻവാങ്ങി തുടങ്ങി. അൻവർ ആദ്യം ഇടതുപക്ഷം വിട്ടുപോയ PV അൻവർ ആദ്യം സംഘടിപ്പിച്ച, മഞ്ചേരിയിലും മലപ്പുറത്തുമൊക്കെ സംഘടിപ്പിച്ച യോഗങ്ങളിൽ കുറേ അധികം ജനക്കൂട്ടം പങ്കെടുത്തു. പക്ഷെ പങ്കെടുത്തവരൊക്കെ ഒരു കൗതുകത്തിന് വന്നവരും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമികാരും SDPIക്കാരും ഒക്കെ ആയിരുന്നുവെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും PV അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവസാനം അദ്ദേഹം ആദ്യം ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി. ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയും പിന്നെ പിൻവലിക്കുമെന്ന് പറഞ്ഞു. പാലക്കാട് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞു, പിന്നെ പിൻവലിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിന്തുണയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഗിമ്മക്ക് കളിച്ച്, പൊളിറ്റിക്കൽ ഗിമ്മക്ക് അൻവർ കളിച്ചെങ്കിലും അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. അവസാനം ചർച്ചയല്ലാത്ത ഒരു വ്യക്തിയായി, ചർച്ചയിലില്ലാത്ത ഒരു വ്യക്തിയായിട്ട് PV അൻവർ മാറി എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ DMK എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രസക്തി ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വയനാട്ടിലും ചേലക്കരയിലും അവസാന ദിവസങ്ങളിൽ, വോട്ടെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ PV അൻവർ ഒരു ചർച്ചാ വിഷയമേ ആയിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടെയും അവസ്ഥ. അവിടെ PV അൻവർ എന്ന് പറയുന്നത് വലിയൊരു ചർച്ചയൊന്നുമല്ല. മാധ്യമങ്ങളും കൈവിട്ടു, മാപ്രകളും ഇപ്പോൾ PV അൻവറിന് പിന്നാലെ ഇല്ല. അപ്പോൾ PV അൻവർ തിരിച്ചറിയേണ്ട, ഈ വാട്ടർലൂ വേണമായിരുന്നോ, ഈ രാഷ്ട്രീയ വനവാസം വേണമായിരുന്നോ എന്ന് ഒരുപക്ഷെ ഇപ്പോൾ PV അൻവറിന് ആലോചിക്കേണ്ടുന്ന സമയമാണ്. കാരണം ഇടതുപക്ഷത്ത് നിന്നപ്പോൾ അദ്ദേഹം ശക്തനായിരുന്നു. നിലമ്പൂരിൽ നിന്ന് 2 തവണ ഇടതുപക്ഷ പിന്തുണയോടെ അദ്ദേഹം MLA ആയി. അദ്ദേഹത്തിന് കുറച്ച് സ്വന്തം വോട്ടുകൾ, അനുയായികൾ നിലമ്പൂരിലുണ്ട്, ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷെ അതുകൂടാതെ ഇടതുപക്ഷം കൂടെ ചേർന്നപ്പോൾ അജയ്യനായിട്ട് മാറാൻ PV അൻവർക്ക് സാധിച്ചു എന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അത് മറന്നുകൊണ്ടാണ് PV അൻവർ ഇടതുപക്ഷ സഹയാത്രിക സ്ഥാനം ഉപേക്ഷിച്ച് വലതുപക്ഷത്തേക്ക് പോയത്. വലതുപക്ഷത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ആരുടെയൊക്കെ ചങ്ങാതിയായി മാറി. ഇടതുപക്ഷം എതിർക്കുന്ന അതിവർഗീയ പ്രസ്ഥാനങ്ങളുടെ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള, അല്ലെ SDPI പോലുള്ള പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനായിട്ട് മാറുന്ന PV അൻവറെയാണ് നമ്മൾ കണ്ടത്. അതോടുകൂടി തന്നെ അൻവറിന്റെ പിന്നിലെ ആൾക്കൂട്ടം താൽക്കാലികം മാത്രമാണ് നമുക്ക് തിരിച്ചറിയാമായിരുന്നു. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അൻവറിന് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം, LDF വിട്ടു പോകരുതായിരുന്നു, താൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. അതെ, ക്ലച്ച് പിടിക്കുന്നില്ല. PV അൻവറിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം DMKയ്ക്കും ക്ലച്ച് പിടിക്കാൻ കഴിയില്ല എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വോട്ടെണ്ണുമ്പോൾ തെളിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി എന്താണ് പിന്നെ വഴി അൻവറിന്? അതൊരു രാഷ്ട്രീയ വനവാസം തന്നെ ആയിരിക്കും. അതിനപ്പുറത്ത്
വേറെന്താണ് ചെയ്യുക, ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ക്ലച്ച് പിടിക്കാത്ത ഒരു രാഷ്ട്രീയ തുടർച്ച രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയ പക്ഷിയുണ്ട്, ഒരു ചെറുപക്ഷി. അതിനെ ചില ദേശങ്ങളിൽ ചില പേരുകളിൽ വിളിക്കും, മറ്റു ദേശങ്ങളിൽ മറ്റൊരു പേരിലായിരിക്കും വിളിക്കുക. പൃഷ്ടം കുലുക്കി പക്ഷി എന്ന് ചില ദേശങ്ങളിൽ വിളിക്കും. ചില ദേശങ്ങൾ അതിനെ കുണ്ടി കുലുക്കി പക്ഷി എന്ന് വിളിക്കും. അതായത് ഈ വെള്ളമൊഴുക്ക് നീരൊഴുക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചാടി 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 കല്ലുകളിലൊക്കെ ഇരുന്ന് പറന്നും ചാടിയൊക്കെ പോകുന്ന ഒരു പക്ഷിയാണിത്. അത് എപ്പോഴും അതിൻ്റെ പൃഷ്ഠം പിൻഭാഗം ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും. അത് ഇരിക്കുന്നിടത്ത് എപ്പോഴും ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയല്ല, പൃഷ്ഠം കുലുങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ഒരു നാട്ടുചൊല്ല് എന്ന് പറയുന്നത്, അതിന്റെ വിചാരം ഭൂമി മുഴുവൻ കുലുങ്ങുന്നുണ്ടെന്നാണ്. ഞാൻ പൃഷ്ഠം കുലുക്കുമ്പോൾ ഭൂമി മുഴുവൻ കുലുങ്ങുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞ പോലെ PV അൻവർ വിചാരിച്ചു ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ശക്തി താൻ ഇടതുപക്ഷം വിട്ടു പോയാലും തനിക്ക് ഉണ്ടാവും, അല്ലെ താൻ കൂടുതൽ കരുത്തനാകും എന്ന് ഒരു ധാരണ PV അൻവർക്ക് ഉണ്ടായിപ്പോയി. നമ്മൾ നാട്ടുചൊല്ലിൽ പറയുന്ന പോലെ ഉണ്ടിരുന്ന നായർക്കൊരു വിളി വന്ന പോലെയായി, അല്ലെങ്കിൽ പൃഷ്ഠം കുലുക്കി പക്ഷിയുടെ വിചാരം പോലെയായി അൻവറിൻ്റെ രാഷ്ട്രീയ ചേരി മാറ്റം എന്ന കാര്യത്തിൽ ഇനി അധികം സംശയത്തിന് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാട്ടർലൂ അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഇടമായി, അല്ലെങ്കിൽ അതിനുള്ള ഒരു നിമിത്തമായി ഈ ഉപതെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതിനൊരു കാരണമായി എന്നത് നമുക്ക് വൈകാതെ മനസ്സിലാവും.